അപ്പോൾ നമ്മുടെ നായകൻ ശോകത്തിൽ നടന്നു പോകുമ്പോൾ സ്കൂളിൽ വെച്ചൊരു ചെക്കൻ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്തില്ലേ, ആ പെണ്ണ് നടന്നു വരും. അവളോട് നമ്മുടെ നായകൻ ചോദിക്കും, എന്താണ് ഈ പെണ്ണുങ്ങൾക്കൊന്നും എന്നെ മനസ്സിലാകാത്തത്? ഒരുത്തി ഇന്നലെ എന്നെ ഈ ചുവരിൽ ചേർത്ത് വെച്ച് കിസ് അടിക്കുന്ന അടുത്തെത്തി എന്ന് ഞാൻ കോൾ ചെയ്ത് കാണാമോ എന്ന് ചോദിച്ചപ്പോൾ ജോലിയുണ്ടെന്നും പറഞ്ഞു കോൾ കട്ട് ചെയ്തു. എന്താ എനിക്ക് മാത്രം ഇങ്ങനെയല്ല നടക്കുന്നത് എന്ന പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ അത് ഒന്നുമില്ല, ആ പെണ്ണുമായി ഇനിയും ക്ലോസ് ആവണം, ആ പെണ്ണിനെ പറ്റി ഇനി നീ നല്ലോണം മനസ്സിലാക്കണം എന്ന് പറയും. അവൾ 20 വർഷമായി എൻ്റെ ഫ്രണ്ടാണ്, ഇതിലും കൂടുതൽ ഞാൻ എന്ത് മനസ്സിലാക്കാൻ അവളെ പറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നായകൻ നൈറ്റൊരു പമ്പുക്ക് വരും. ആ പെണ്ണിൻ്റെ കൂടെ അല്ലട്ടോ, അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. നമ്മുടെ നായകൻ ഒരു പെണ്ണും സെറ്റാകാത്തത് കൊണ്ട് നായകൻ്റെ ഫ്രണ്ട് തന്നെ അവനൊരു പെണ്ണിനെ സെറ്റാക്കി കൊടുക്കും. കാണാൻ അതിസുന്ദരിയായ അവൾ നമ്മുടെ നായകനോട് നല്ലതുപോലെ അടുത്ത് സംസാരിക്കും. ഈ സമയം നമ്മുടെ നായികയും ആ ഡയറക്ടറും ഡിന്നർ പാർട്ടിയിൽ നല്ല സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അയാൾക്കൊരു കോൾ വരും. കോളെടുത്ത് സംസാരിച്ച ഡയറക്ടർ നായികയോട് പറയും, എൻ്റെ ഭാര്യ വിളിക്കുന്നുണ്ട്, എനിക്ക് അർജൻറ്റായിട്ട് വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് അവളെ അവിടെ വിട്ട് അയാൾ പോകും. അപ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത് തന്നെ. ഈ ഡയറക്ടർക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നും കല്യാണം കഴിഞ്ഞ ആളാ നായികയെ ലവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നമ്മുടെ നായിക ഫസ്റ്റ് ഈ ചാനലിലേക്ക് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ലിഫ്റ്റിൽ കയറിയിരുന്ന അന്ന് അവളുടെ ബാക്കിലായി ഈ ഡയറക്ടറും നിന്നിരുന്നു. അയാളായിരുന്നു അന്ന് അവളെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ആ ലിഫ്റ്റിൽ വെച്ച് ആ ഡയറക്ടർ അവളെ ഒരുമാതിരി നോക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അവൾക്ക് ദേഷ്യം പിടിച്ച് അവൾ എന്തിനാടോ ഇങ്ങനെ നോക്കുന്നെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നോക്കും. അപ്പോൾ ആ ഡയറക്ടർ പറയും, നിന്റെ ഡ്രസ്സ് കീറിയിരിക്കുന്നു, അത് നോക്കിയതാണെന്നും പറഞ്ഞ് ഡയറക്ടർ ലിഫ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ നായിക ഇൻ്റർവ്യൂവിന് വന്നിരിക്കുമ്പോഴാണ് അവിടെ ഡയറക്ടറും ഇരിക്കുന്നത് കണ്ടത്. പക്ഷേ അവളത് വലിയ കാര്യമാക്കാതെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇവളുടെ സംസാര രീതി കണ്ട് ഇഷ്ടപ്പെട്ട് അവളെ സെലക്ട് ചെയ്തു. അങ്ങനെ ഒരു ഡിന്നർ പാർട്ടിയിൽ നമ്മുടെ നായികയും ആ ഡയറക്ടറും പിന്നെ ആ ചാനൽ ഹെഡും എല്ലാവരും കൂടിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഹെഡ് നമ്മുടെ നായികയെ തൊട്ട് സംസാരിക്കുമ്പോൾ ആ സമയം നമ്മുടെ നായിക ചെറിയൊരു ഡ്രസ്സായിരുന്നു ഇട്ട് വന്നത്. അത് കണ്ട് ഡയറക്ടർ അവരിട്ടിരുന്ന കോട്ടൂരി അവളുടെ കാലിലിട്ട് മറച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു ജെന്റിൽമാനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? അത് കണ്ടിട്ടാണ് നമ്മുടെ നായിക ഡയറക്ടറെ ലവ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. മറുഭാഗത്ത് നമ്മുടെ നായകൻ കൂടെ ഒരു പെണ്ണുമായിട്ട് ഒരു റൂമിൽ പോയിരിക്കുന്നു. എന്തൊക്കെയോ സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നിലത്ത് ഡ്രസ്സും ചെരുപ്പും എല്ലാം കിടക്കുന്നുണ്ട്. നോക്കുമ്പോൾ രണ്ടുപേരും എന്തോ കാര്യമായിട്ട് ചെയ്യുന്ന പോലെ തോന്നും. നോക്കുമ്പോൾ കാല് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ. ഇത് കണ്ടാലേ മനസ്സിലാവും നമ്മുടെ നായകൻ എത്രത്തോളം എന്താണെന്ന്. മറുഭാഗത്ത് നമ്മുടെ നായിക ഡയറക്ടർ അവളെവിടെ ഉപേക്ഷിച്ചു പോയ കാരണത്താൽ കുടിച്ചൊരു വഴിക്കായി അവൾ നമ്മുടെ നായകനെ വിളിച്ച് വേഗം വന്ന് എന്നെ കൊണ്ടുപോടാ എന്ന് പറയുന്നു. നായകൻ ഒന്നും ആലോചിക്കാതെ അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. അങ്ങനെ രണ്ടുപേരും റൂമിലേക്ക് എത്തി. അവൾ നല്ലോണം കുടിച്ചിട്ടുണ്ട്. അവൾ കുടിച്ച് ബാക്കി വെച്ചത് ഇവനും എടുത്തടിച്ച് ഫ്ലാറ്റായി കിടന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ നായിക ഒരു ടെൻഷനും ഇല്ലാതെ തുള്ളിച്ചാടി പോയിക്കൊണ്ടിരിക്കെ അവളുടെ ഷൂവിൻ്റെ ലേസ് കൂടി അഴിഞ്ഞിട്ടുണ്ടാവും. അതും കൂടി നമ്മുടെ നായകൻ വന്നാണ് കെട്ടിക്കൊടുക്കുന്നത്. അവൻ ഇത്രയും അവൾക്ക് ചെയ്തു കൊടുത്തിട്ടും അവൾക്കവനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഓഫീസിൽ വരെ പാട്ടായി തുടങ്ങി. നമ്മുടെ നായികയും ഡയറക്ടറും തമ്മിൽ പ്രണയത്തിലാണെന്ന് ചാനലിലെ ഹെഡ് വരെ ഡയറക്ടറെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ ഓഫീസ് വർക്ക് കഴിഞ്ഞ ശേഷം ഓഫീസിൽ ജോലി ചെയ്യുന്ന എല്ലാവരും കൂടി ലിഫ്റ്റിൽ കയറുന്നു. ആ ഡയറക്ടറും ആ ലിഫ്റ്റിലുണ്ടായിരുന്നു. നമ്മുടെ നായിക എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്നറിയാതെ ഇവരുടെ രണ്ടുപേരുടെയും ലവ് മാറ്ററെ പറ്റി എല്ലാവരോടും പറഞ്ഞ് ചിരിക്കുന്നു. ഇത് കണ്ട ഡയറക്ടർക്ക് ആകെ ദേഷ്യം കയറി. ഇവളിത് എന്തൊക്കെ എല്ലാവരോടും പറയുന്നേ, ഇവൾക്ക് തീരെ ബുദ്ധിയില്ലേ? അവരുടെ മുന്നിൽ ഡയറക്ടറാകെ നാണം കെട്ടു. ഇപ്പോൾ കാർ പാർക്കിങ്ങിലേക്ക് വന്ന ശേഷം രണ്ടുപേരും ഓപ്പോസിറ്റായി കാറിലിരിക്കുന്നു. ആ ഡയറക്ടർ ഇവൾക്ക് കോൾ ചെയ്ത്, എന്താ നീ ഇങ്ങനെ പോത്തുപോലെ സംസാരിക്കുന്നത്? എനിക്കൊരു ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്. ഞാൻ നിന്നോട് വേറൊരു രീതിയിലും പെരുമാറിയിട്ടില്ല. നീ ഒരു ചെറിയ പെണ്ണ്, നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. നിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ നിൻ്റെ കൂടെ അടുത്തത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഇനിയെങ്കിലും ഞാൻ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നാലെ വരരുത് എന്നും പറഞ്ഞ് അവിടെ വെച്ച് തന്നെ നമ്മുടെ നായികയായി ബ്രേക്കപ്പ് ആവുന്നു.
ഇവളിവിടെ ബ്രേക്കപ്പ് ആയപ്പോൾ നമ്മുടെ നായകന് അവിടെ ഒരു പെണ്ണുമായി നല്ലോണം അടുത്തു. അവളവന് ഫുഡെല്ലാം വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹാവു, നമ്മുടെ നായകൻ അങ്ങനെ ഒരു ലൈൻ സെറ്റായെന്ന് വിചാരിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ എക്സൊരുത്തൻ വരും. ആരാടാ നീ, എൻ്റെ പെണ്ണിൻ്റെ കൂടെ നീ എന്താണ് ചെയ്തത് എന്നും പറഞ്ഞ് നമ്മുടെ നായകനെ തള്ളി മാറ്റുന്നു. ഇപ്പോൾ ആ എക്സും ആ പെണ്ണും തമ്മിൽ തല്ലുപിടിക്കുന്നു. അവസാനം ആ തല്ലുപിടുത്തം സമാധാനത്തിൽ അവസാനിക്കുന്നു. അതിനുശേഷം അവർ തമ്മിൽ വീണ്ടും ലവ് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മുടെ നായകൻ വീണ്ടും ബ്രേക്കപ്പ് ആവുന്നു. ഇപ്പോൾ രണ്ടുപേർക്കും ബ്രേക്കപ്പ് ആയില്ലേ, അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ബാറിലേക്ക് വരുന്നു. കുടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. ഫസ്റ്റ് നീയെല്ലാം മനസ്സുറന്ന് സംസാരിക്കടാ, അപ്പോൾ എല്ലാം ശരിയാകുമടാ എന്നും പറഞ്ഞ് അവരുടെ ഫ്രണ്ട് അവൻ ഒഴിച്ചു കൊടുക്കും. അത് കുടിച്ചുടൻ എല്ലാം മറന്ന് രണ്ടുപേരും ഡാൻസ് ആടാൻ തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മുടെ നായകൻ നായികയോട് പറയും, നമുക്ക് വലുതാകണ്ടായിരുന്നു, കുട്ടികളായി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു അല്ലേ. നിനക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടോ, നീ ചെറിയ പെണ്ണായിരുന്ന ടൈമിൽ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ നീ എന്നെ കെട്ടിപ്പിടിച്ചില്ലേ, അപ്പോൾ എൻ്റെ നെഞ്ച് പടപട അടിച്ചിരുന്നു. ഞാൻ വളരെ വീക്കാണെന്നും പറഞ്ഞ് ഞാൻ നിനക്കൊരു ടെസ്റ്റ് വെക്കുന്നു, ഇതിൽ നീ പാസ്സാവുകയാണെങ്കിൽ ഞാൻ നിന്നെ ലവ് ചെയ്യുമെന്നും പറഞ്ഞ് നല്ല ചൂടായിരിക്കുന്ന ഡ്രോപ്പ് ടവർ കാണിച്ച് അതിലൊന്ന് പോയിട്ട് വാ, ഒരു കുഴപ്പമില്ലാതെ പോയിട്ട് വന്നാൽ ഞാൻ നിന്നെ ലവ് ചെയ്യാമെന്ന് അവൾ പറയും. അത് കേട്ട് എൻ്റെ ധൈര്യം അവളെ കാണിക്കണമെന്നും പറഞ്ഞ് അവനതിൽ പോയി കയറിയിരുന്നു. ഒന്നാമത് ഹൈറ്റ് പേടിയുള്ളവൻ കയറി കുറച്ചു പോയപ്പോൾ അവനാകെ പേടിച്ചു കരഞ്ഞു. മയങ്ങിപ്പോയവൻ പാവം പാൻറ്റിൽ മൂത്രം വരെ ഒഴിച്ചുപോയി. അപ്പോൾ തൊട്ടാണ് നമ്മുടെ നായികയും കുഴപ്പമില്ല, നമ്മൾ രണ്ടുപേരും ലവേഴ്സായിരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഫ്രണ്ട്സായിരിക്കാമെന്നും പറഞ്ഞ് ഫ്രണ്ട്സായി ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ നായിക പറഞ്ഞു തീർത്തു. നായിക ആകെ വല്ലാണ്ടായി. ഇത്രയും വർഷം എൻ്റെ കൂടെ ഉണ്ടായിട്ടും നിന്റെ ലവ് ഞാൻ മനസ്സിലാക്കാതെ പോയി, പുറത്തുപോയി സ്നേഹത്തിനായി ഞാൻ അലഞ്ഞുകൊണ്ടിരുന്നു എന്നും പറഞ്ഞ് അവൾ ഫീലാകുന്നു. അത് കണ്ട നമ്മുടെ നായകനും ഇമോഷണലായി രണ്ടുപേരും ഒരു കിസ് അടിക്കാൻ ആരംഭിച്ചു. ഇത് കണ്ട ഇവരുടെ ഫ്രണ്ട്സ്, എന്താടാ ചെയ്യുന്നത്, ഞങ്ങൾക്കൊക്കെ ടെസ്റ്റ് തരുന്നോ എന്നും പറഞ്ഞ് കണ്ണടയ്ക്കുന്നു. പിന്നെ അവർ രണ്ടുപേരും എന്തൊക്കെ ചെയ്ത് കാട്ടുന്നുണ്ട്. അടുത്ത ദിവസം കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ നായകനും നായികയും ഒരു ബെഡിലാണ് കിടക്കുന്നത്. ഇത് കണ്ട ഫാമിലി മെമ്പേഴ്സിന് വരെ മനസ്സിലായില്ല. എന്താ ഇത്, എന്തൊരു വ്യത്യാസം തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അനിയത്തിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. അവൾ അപ്പോൾ വേഗം അവിടുന്ന് പുറത്തോട്ട് ചാടി രണ്ടുപേരും കൈകോർത്ത് നടക്കാൻ തുടങ്ങി. നായികയും അവനെ ലവ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ നായകൻ ആ ലവ് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നൈറ്റ് അവൾ ആ ഡയറക്ടറെ പറ്റി വാതോരാതെ സംസാരിക്കുന്നുണ്ടായി. അവനോടുള്ള ഇഷ്ടം അവളുടെ മനസ്സിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഇവൻ അവളെ നീങ്ങി നീങ്ങി നടക്കും. അവരുടെ ലവ് ഒരു ദിവസം പോലും നീണ്ടില്ല. ആ ദിവസം തന്നെ അവർ ബ്രേക്കപ്പായി.